നമസ്കാരം, റിയൽ ന്യൂസ്. NCPS ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷനും പുത്തൂർ രാമകൃഷ്ണൻ നായർ അനുസ്മരണവും സംഘടിപ്പിച്ചു. കോക്കല്ലൂരിൽ സംഘടിപ്പിച്ച പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പിണറായിസത്തിന്റെ മികവ് ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നും ആ മികവിനെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF ഭരണ നേട്ടങ്ങളെ കാണിച്ചാണ് വോട്ട് ചോദിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് പുത്തൂർ രാമകൃഷ്ണൻ നായർ അനുസ്മരണം നടത്തി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് NCPS ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. NCP നേതാവായിരുന്ന പുത്തൂർ രാമകൃഷ്ണൻ നായർ അനുസ്മരണവും നടന്നു. കോക്കല്ലൂർ IH ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പിണറായിസത്തിന്റെ മികവ് ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നും ആ മികവിനെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF ഭരണനേട്ടങ്ങളെ കാണിച്ചാണ് വോട്ട് ചോദിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. UDF ആണെങ്കിൽ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും ആ സ്ഥാനാർത്ഥിത്വവുമായും അതിൻ്റെ തീരുമാനവുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ തീയും പുകയും ഇനിയും അവസാനിച്ചിട്ടില്ല. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ കേരളത്തിലെ സ്ഥിതി. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പറഞ്ഞാലും അവസാനം അൻവർ തനിച്ച് മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ്. അതൊക്കെ ഒരു വിലപേശലാണ്. വിലപേശുന്നത് എന്തിനാണ്? അദ്ദേഹത്തിന് 26-ൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സീറ്റ് വേണം, അല്ലെങ്കിൽ സമാനമായ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് വേണം. ഈ കാര്യത്തിൽ ഉറപ്പ് കൊടുത്താൽ അൻവർ എന്ന് പറയുന്നൊരു ഫാക്ടർ ഇല്ലാതാകും. ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് പുത്തൂർ രാമകൃഷ്ണൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അധികാരം തലക്കുമ്പിച്ച ഒരു വർഗമാണ് ഈ രാജ്യത്തുണ്ടായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിക്കുന്നു 9 വർഷക്കാലമായി. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ അന്യോന്യം പറയണം, നാട്ടുകാരോട് പറയണം, സമൂഹത്തോട് പറയണം, പൊതുയോഗത്തിൽ പറയണം. പക്ഷേ കോട്ടങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? കോട്ടങ്ങളെ കുറിച്ച് നമ്മൾ വിമർശനത്തോടു കൂടി കാണേണ്ടതല്ലേ? ആ കോട്ടങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക? നമ്മുടെ പാർട്ടിയിൽ പറഞ്ഞാൽ പാർട്ടി നേതാക്കൾ ഉൾക്കൊണ്ട് പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം. പുത്തൂർ രാമകൃഷ്ണനാരുടെ സ്മൃതി കുടീരത്തിൽ പ്രവർത്തകർ രാവിലെ പുഷ്പാർച്ചന നടത്തി. NCPS മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ ദാരുകല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശൈലജ കുന്നോത്ത്, PK അഖിൽ, അസീനാർ MHങ്കണ്ടി, അഞ്ജലി വലായുധൻ, NP ബാബു, സത്യൻ അനന്തോത്ത്, ലോഹി കുന്നക്കുടി തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹി പോലീസിൽ നിന്നും വിരമിച്ച പവിത്രൻ കൊയിലാണ്ടി, ഡോക്ടർമാരായ PP സഫ്ന, ദീപ്തി എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. SSLC, +2, LSS, USS ജേതാക്കളായ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് മന്ത്രി അനുമോദിച്ചു. തുടർന്ന് കല്ലാട്ടുകോവിലകം, ചിലമ്പാട്ട്, കൈകൊട്ടിക്കളി ടീം കലാപരിപാടികൾ അവതരിപ്പിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.